പ്രൈസ് ദി ലോർഡ്. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ബൈബിളിലെ ചില വ്യക്തികളെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ബ്രദർ ജയപ്രതീഷ്. ആദ്യത്തെ ചോദ്യം: യേശു യഹൂദ്യയിലെ ബെത്ലഹേമിൽ ജനിക്കുമെന്ന് പ്രവചിച്ച പ്രവാചകനാണ് ഞാൻ. ഞാൻ ആരാണ്? ഉത്തരം: മീഖ. മീഖയുടെ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യം, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ഞാൻ ഒരു രാജ്ഞിയാണ്, പക്ഷേ ഞാൻ കൊട്ടാരത്തിൽ കയറിയിട്ടില്ല, കിരീടമോ ചെങ്കോലോ ധരിച്ചിട്ടില്ല. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: ആകാശരാജ്ഞി. യിരെമ്യാവിന്റെ പ്രവചനം 44-ാം അധ്യായം 17-ാം വാക്യം. അടുത്ത ചോദ്യം: വയസ്സായി എന്ന കാരണം പറഞ്ഞ് രാജകൊട്ടാരത്തിലേക്കുള്ള ക്ഷണം നിരസിച്ച വ്യക്തിയാണ് ഞാൻ. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: ബർസില്ലായി. 2 ശമൂവേൽ 19-ാം അധ്യായം 33-37 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: സുന്ദരനായ ഒരു മിസ്രയീമ്യന്റെ കയ്യിൽ നിന്ന് കുന്തം വാങ്ങി ആ കുന്തം കൊണ്ട് മിസ്രയീമ്യനെ കൊന്ന വ്യക്തിയാണ് ഞാൻ. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: ബെനയാവ്. 2 ശമൂവേൽ 23-ാം അധ്യായം 21-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്ന നേതാവാണ് ഞാൻ. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: മോശെ. എബ്രായ ലേഖനം 11-ാം അധ്യായം 27-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് എൻ്റെ നരയെ രക്തത്തോടെ പാതാളത്തിൽ അയക്കാൻ കൽപ്പിച്ചു. കൽപ്പന പുറപ്പെടുവിച്ച രാജാവിനെതിരെ ദോഷം ചെയ്ത വ്യക്തിയാണ് ഞാൻ. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: ശിമെയി. 1 രാജാക്കന്മാർ 2-ാം അധ്യായം 9-ാം വാക്യം, 2 ശമൂവേൽ 19-ാം അധ്യായം 19-ാം വാക്യം. അടുത്ത ചോദ്യം: റോമയിലുള്ള ജനത്തിന് വന്ദനം ചെയ്തവരുടെ കൂട്ടത്തിൽ ഭണ്ഡാര വിചാരകനായ ഞാനുമുണ്ട്. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: എരസ്തോസ്. റോമാലേഖനം 16-ാം അധ്യായം 23-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: മാളികയുടെ കിളിവാതിൽക്കൽ കൂടി വീണ് അസുഖബാധിതനായ വ്യക്തിയാണ് ഞാൻ. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: അഹസ്യാവ്. 2 രാജാക്കന്മാർ 1-ാം അധ്യായം 2-ാം വാക്യം. അടുത്ത ചോദ്യം: സഹിഷ്ണുതയ്ക്ക് പേരുകേട്ട വ്യക്തിയാണ് ഞാൻ. നീതിയാൽ സ്വന്തം ജീവനെ രക്ഷിക്കുന്ന 3 പുരുഷന്മാരുടെ കൂട്ടത്തിൽ പ്രവാചകൻ എൻ്റെ പേരും പരാമർശിക്കുന്നുണ്ട്. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: ഇയ്യോബ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യം, യെഹെസ്കേലിന്റെ പ്രവചനം 14-ാം അധ്യായം 14-ാം വാക്യം. അടുത്ത ചോദ്യം: സസ്തനിയായ ഒരു വളർത്തുമൃഗമാണ് ഞാൻ. ഒരിക്കൽ ഒരു രാജകുമാരൻ്റെ വിഷമഘട്ടത്തിൽ അവനെ വിട്ട് ഓടിപ്പോയി. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: കോവർ കഴുത. 2 ശമൂവേൽ 18-ാം അധ്യായം 9-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: മടങ്ങിവരവിനുള്ള സമയം അനുസരിക്കുന്ന പക്ഷികളിൽ ഒന്നാണ് ഞാൻ. ഇസ്രായേലിന് നൽകിയ അറപ്പാകുന്ന പക്ഷികളെക്കുറിച്ചുള്ള പ്രമാണത്തിലും ഞാനുണ്ട്. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: കൊക്ക്. യിരെമ്യാവിന്റെ പ്രവചനം 8-ാം അധ്യായം 7-ാം വാക്യം, ലേവ്യ പുസ്തകം 11-ാം അധ്യായം 19-ാം വാക്യം. അടുത്ത ചോദ്യം: ഞാനൊരു രാജാവിൻ്റെ സേനാപതിയാണ്.
എൻ്റെ അപ്പനും രാജാവിൻ്റെ അപ്പനും ഒരപ്പൻ്റെ മക്കൾ. എങ്കിൽ സേനാപതിയായ ഞാൻ ആരാണ്? ഉത്തരം അബ്നേർ. 1 ശമൂവേൽ 14 അധ്യായം 50-51 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ദാവീദിന്റെ സിംഹാസനത്തിലിരുന്ന് യഹൂദയിൽ വാഴുവാൻ സന്തതിയിൽ യാതൊന്നിനും ശുഭം വരില്ലെന്ന് യഹോവയിൽ നിന്ന് അരുളപ്പാട് ലഭിച്ച യഹൂദ രാജാവാണ് ഞാൻ. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം കൊന്യാവ്. യിരെമ്യാവിന്റെ പ്രവചനം 22 അധ്യായം 24-29 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഞാനൊരു രാജാവിന് അതിവത്സലനായിരുന്നു. മറ്റൊരു രാജാവ് എന്നെ വക്രതയുള്ളവളുടെ മകനെ എന്ന് വിളിച്ചു. 2 പ്രവാചകന്മാരുടെ പേരുകൾ യോജിച്ചു വരുന്ന ഞാൻ ആരാണ്? ഉത്തരം യോനാഥാൻ. 2 ശമൂവേൽ 1 അധ്യായം 26 വാക്യം, 1 ശമൂവേൽ 20 അധ്യായം 30 വാക്യം. അടുത്ത ചോദ്യം, ഞാനൊരു ജീവിയാണ്. എനിക്ക് 2 പെൺമക്കൾ. 2 പേർക്കും പേര് ഒന്ന് തന്നെ. എങ്കിൽ ഞാൻ ആരാണ്? എൻ്റെ മക്കൾ ആരൊക്കെയാണ്? ഉത്തരം കന്നട്ട. മക്കൾ തരിക തരിക. സദൃശ്യവാക്യം 30 അധ്യായം 15 വാക്യം. അടുത്ത ചോദ്യം, ഒരു യഹൂദ രാജാവിന് ലഭിച്ച രോഗസൗഖ്യത്തെക്കുറിച്ച് കേട്ടിട്ട് അവന് എഴുത്തും സമ്മാനവും കൊടുത്തയച്ച ബാബേൽ രാജാവായ ഞാൻ ആരാണ്? ഉത്തരം മേരോദക് ബലദാൻ. യെശയ്യാവിന്റെ പ്രവചനം 39 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, ഒരു രാജാവ് എൻ്റെ കണ്ണ് പൊട്ടിച്ച് ചങ്ങല കൊണ്ട് ബന്ധിച്ച് തൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ആ രാജ്യത്തിൽ ജീവപര്യന്തം ജയിലിൽ അടയ്ക്കപ്പെട്ട ഞാൻ ആരാണ്? ഉത്തരം സിദെക്കിയാവ്. യിരെമ്യാവിന്റെ പ്രവചനം 52 അധ്യായം 11 വാക്യം. അടുത്ത ചോദ്യം, തിരുവെഴുത്തുകളിൽ സാമർഥ്യമുള്ള യഹൂദനാണ് ഞാൻ. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് എൻ്റെ പേര് പറയുന്നുണ്ട്. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം അപ്പൊല്ലോസ്. അപ്പോസ്തല പ്രവൃത്തി 18 അധ്യായം 24 വാക്യം, 1 കൊരിന്ത്യർ 3 അധ്യായം 6 വാക്യം. അടുത്ത ചോദ്യം, ഞാനൊരു രാജാവാണ്. എൻ്റെ അമ്മ എനിക്ക് ഉപദേശിച്ചു തന്ന വചനങ്ങളെ പഴയ നിയമത്തിലെ ഒരു അധ്യായത്തിൽ കാണാം. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം ലെമുവേൽ. സദൃശവാക്യം 31 അധ്യായം 1 വാക്യം. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.